الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സന്മാർഗ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിമർശനം എന്ന മഹത്തായ ദീനി ബാധ്യതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിൽ ശ്രമിക്കുന്നത്. വിമർശനം എന്ന് കേൾക്കുമ്പോൾ നല്ലതല്ലാത്ത ഒരു കാര്യം എന്നാണ് പൊതുവെ നമ്മൾ ചിന്തിക്കാറ്. വിമർശനങ്ങളുടെ നേരെ സഹിഷ്ണുതാപൂർണമായ ഒരു നിലപാടെടുക്കാൻ പലപ്പോഴും ഞാനടക്കമുള്ള നമുക്ക് കഴിയാറില്ല. നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുമ്പോൾ, നിങ്ങളുടെ പ്രസ്ഥാനം എടുത്ത നിലപാട് നന്നായില്ല എന്നൊരാൾ വിമർശിക്കുമ്പോൾ സഹിഷ്ണുതയോടുകൂടി അതിനോട് പ്രതികരിക്കാൻ ആദർശബോധമുള്ള ഇസ്ലാമിൻ്റെതായ ഒരു ശൈലിയിലും രീതിയിലും അതിനോട് പ്രതികരിക്കാൻ പലപ്പോഴും പൊതുവെ നമുക്ക് സാധ്യമാകാറില്ല. സത്യത്തിൽ വിമർശനങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ഒരു സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ദൈവിക ദർശനത്തിന്റെ പ്രതിയോഗികളായി വന്ന, ശത്രുക്കളായി വന്ന പ്രതിഭാഗത്ത് നിന്ന ആളുകളാണ് വിമർശനങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ഒരു സംസ്കാരം ലോകത്ത് പഠിപ്പിച്ചത്. വിശദീകരിക്കാൻ സന്ദർഭമില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വിമർശനങ്ങളോട് അസഹിഷ്ണുത പുലർത്തുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരമല്ല, മറിച്ച് ദീനിന്റെ പ്രതിയോഗികളായി വന്ന ദൈവവിരുദ്ധ ശക്തികളുടെ സംസ്കാരമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനുകരിച്ചു പോകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്തോ പറയുമ്പോഴേക്ക് വാടിപ്പോകുന്ന തൊട്ടാവാടികളുടെ, അല്ലെങ്കിൽ ഒരു വിമർശനം കേൾക്കുമ്പോൾ ഉടഞ്ഞുപോകുന്ന കളിമൺ പാത്രങ്ങൾ പോലെ നമ്മുടെ മനസ്സുകൾ ദുർബലമായി പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ പരിശോധിക്കുവാൻ നമുക്ക് കഴിയണം. ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ലോകത്ത് നിലവിലിരുന്ന കാലത്ത് നമുക്കറിയാം, ഏറ്റവും വലിയ അസഹിഷ്ണുതയാണ് അഭിപ്രായ വ്യത്യാസങ്ങളോട് ആ ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ സ്വീകരിച്ചത്. ഫറോവമാർ ഭരിച്ച ഈജിപ്റ്റ് ഉദാഹരണം. ഏറ്റവും വലിയ അസഹിഷ്ണുതയായിരുന്നു ഫറോവക്കുണ്ടായിരുന്നത്. ലൗഖത്യന്ന ഐദിയക്കും അർജുലക്കും മിൻ ഖിലാഫ് വലൗസല്ലിബന്നക്കും ഫി ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ എന്നത് ഫറോവയുടെ മാത്രം സ്വരമല്ല. ചരിത്രത്തിലുടനീളം സ്വേച്ഛാധിപതികൾ, ഏകാധിപതികൾ സ്വീകരിച്ച സമീപനമായിരുന്നു. എതിരെ ഒരു സ്വരം വരണ്ട, മറുത്തൊരഭിപ്രായം പറയണ്ട, ഭരണാധികാരിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ദർശനമോ വീക്ഷണമോ സ്വീകരിച്ചതിന്റെ പേരിൽ ലൗഖത്യന്ന ഐദിയക്കും വാർജുലക്കും മിൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ പരസ്പര വിരുദ്ധമായി ഞാൻ ഛേദിച്ചു കളയും, പോരാ കുരിശിൽ തറച്ച് കൊന്നുകളയും, വലിയ വലിയ ശിക്ഷകൾ എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇത് ഇന്നോളം ചരിത്രം കേട്ട സ്വേച്ഛാധിപത്യത്തിന്റെ സ്വരമാണ്. സ്വേച്ഛാധിപത്യങ്ങളിൽ നിന്ന് പോയി പിന്നെ കുറെ കൂടി അപ്പുറത്തുള്ള മതത്തിന്റെ പേരിലുള്ള സംഭാഷണങ്ങളും ചരിത്രം കേട്ടിട്ടുണ്ട്. പുരോഹിതന്മാർ മതത്തിന്റെ പേരിൽ സംസാരിച്ചപ്പോഴും ഈ അസഹിഷ്ണുത പ്രകടമായിരുന്നു. ചരിത്രത്തിൽ മധ്യകാല യൂറോപ്പിന്റെ ഉദാഹരണം, പൗരോഹിത്യം പിടിമുറുക്കുകയും പൗരോഹിത്യത്തിന് ഇഷ്ടമല്ലാത്ത വീക്ഷണങ്ങൾ ഏത് വിഷയത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടാലും അതിനെ അതിശക്തമായി നേരിടുകയും ശാരീരികമായി അത്തരക്കാരെ ഉന്മൂലനം നടത്തുകയും ചെയ്യുന്ന സമീപനം മധ്യകാല യൂറോപ്പിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരാണ് കോപ്പർനിക്കസുമാരെ കൊന്നുകളഞ്ഞത്? ആരാണ് ഗലീലിമാരെ കുമ്പസാരക്കൂട്ടിലെത്തിച്ചത്? പുരോഹിതന്മാരായിരുന്നു. പൗരോഹിത്യത്തിന്റെ ആധിപത്യം ഉണ്ടായിരുന്ന കാലത്തൊക്കെ എതിർ ശബ്ദങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയിരുന്നു ഈ അസഹിഷ്ണുതയുടെ സംസ്കാരം. പൗരോഹിത്യത്തിൽ നിന്ന് വീണ്ടും ലോകം ഒരുപാട് പുരോഗമിച്ചുപോയി. സമഗ്രാധിപത്യത്തിന്റെ കാലം വന്നു. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, സമഗ്രാധിപത്യമുണ്ടായിരുന്ന റഷ്യയിലും ഏറ്റവും വലിയ അസഹിഷ്ണുതയുടെ സംസ്കാരമാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. കലാകാരന്മാർക്കോ സാമൂഹ്യ വിമർശകന്മാർക്കോ അവസരങ്ങൾ കൊടുത്തിരുന്നില്ലെന്ന് മാത്രമല്ല, എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശാരീരികമായി തന്നെ ആരുമറിയാതെ ഉന്മൂലനം ചെയ്തു കളയുന്ന ഒരു ശൈലിയാണ് സ്റ്റാലിന്റെ റഷ്യ സ്വീകരിച്ചത്. സ്റ്റാലിൻ എന്ന വാക്കിന് അതിനർത്ഥം ഉരുക്കു മനുഷ്യനെന്ന. ഉരുക്കിനെ പോലെയാണ്, മജ്ജയും മാംസവുമുള്ള, വികാര വിചാരങ്ങളുള്ള, ആർദ്രതയും അനുഭാവവും സഹതാപവുമുള്ള ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല പതിറ്റാണ്ടുകളോളം ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ജോസഫ് സ്റ്റാലിൻ പെരുമാറിയത്. വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. രാജാധിപത്യത്തിലാണെങ്കിലും സ്വേച്ഛാധിപത്യത്തിലാണെങ്കിലും ഏകാധിപത്യത്തിലാണെങ്കിലും ഒക്കെ അവിടെ മുസ്ലിം ഭരണാധികാരികളുമുണ്ട്, മുസ്ലിം നാമധാരികളുമുണ്ട്. അവരുടെ വീക്ഷണങ്ങൾക്കെതിരായ ശബ്ദമുണ്ടാകുമ്പോൾ
അതിനെ ഏറ്റവും മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന മുസ്ലിം നാമധാരികളായ ഖലീഫമാർ എന്ന ലേബല് വെച്ച് ഭരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിൽ. മദ്ഹബിന്റെ ഇമാമുകൾ ഏറ്റവും വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആരിൽ നിന്നാണ്? മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയെ പോലുള്ള മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാർ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള മഹാന്മാർ ആരിൽ നിന്നാണ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? കൈകൾ തല്ലിയൊടിച്ചു കളഞ്ഞതാരാണ്? മൊട്ടയടിച്ച് തലയിൽ കരിതേച്ച് തെരുവിലൂടെ അപമാനിച്ചു നടത്തിച്ചതാരാണ്? മുസ്ലിം നാമധാരികളായ രാജാക്കന്മാരും ഭരണാധികാരികളും തന്നെയായിരുന്നു. മുഗൾ ഭരണകാലത്ത് നമുക്കറിയാമല്ലോ, മഹാന്മാരായ പണ്ഡിതന്മാരെ ജയിലിലടക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കത്തിവെച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊന്നും ദീനിന്റെ സംസ്കാരമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളോട് അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ ഒരു സംസ്കാരം ഇസ്ലാമിന്റെ രീതിയെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ വിമർശനത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയാണ് ചെയ്തത്. വിമർശനങ്ങൾ സമൂഹത്തിലുണ്ടാകണം. വിശ്വാസികളുടെ സമാജത്തിൽ ഉണർത്തുപാട്ടായി വിമർശനങ്ങൾ ഉണ്ടാകണം. വിമർശനങ്ങളില്ലാത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ കിളികൾ ചിലയ്ക്കാത്ത പ്രകൃതി പോലെ വിമൂഖമായിരിക്കും, ചൈതന്യശൂന്യമായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സാമൂഹ്യ ഭദ്രതയുടെ അടിക്കല്ലാണ് യഥാർത്ഥത്തിൽ പരസ്പര വിമർശനമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ അടിക്കല്ലിളകിയാൽ സമൂഹം നാശത്തിലേക്ക് പോകുമെന്ന് പഠിപ്പിച്ചു. ഇസ്രായേൽ സമൂഹത്തിന്റെ അധപ്പതനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു, ആ സമൂഹത്തിൽ പരസ്പര വിമർശനം അവസാനിച്ചതുകൊണ്ടാണ് എന്ന്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, സൂറത്തുൽ മാഇദ 79-ാം വചനം. അല്ലാഹു പറയുന്നു, അവർക്കിടയിൽ നടമാടിയുന്ന അധർമ്മങ്ങളെയും തിന്മകളെയും പരസ്പര വിമർശനത്തിലൂടെ തിരുത്താനുള്ള, ഇല്ലാതാക്കാനുള്ള ശ്രമം ആ സമൂഹത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ആ സമുദായം അഭിശപ്തമായ സമുദായമായി തീർന്നു എന്ന്. لعن الذين كفروا من بني إسرائيل على لسان داവൂദ് وعيسى بن مريم എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ നാവുകളാൽ ശപിക്കപ്പെട്ട ഒരു സമുദായമായി മാറാൻ കാരണം അവർ പരസ്പര വിമർശനം അവസാനിപ്പിച്ചതാണ് എന്ന് പറയും. വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ച ഏത് കാലഘട്ടങ്ങളിലും ചിരന്തനമായ മൂല്യങ്ങളായി ഖുർആൻ ഉയർത്തി കാണിച്ച 3 മൂല്യങ്ങളിൽ ഒന്ന് പരസ്പര വിമർശനമാണ് എന്ന് ഖുർആൻ പറയും. കാലത്തെ പിടിച്ചാണയിട്ട് ഖുർആൻ പറഞ്ഞു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 3 ചിരന്തനമായ സനാതനമായ മൂല്യങ്ങൾ. ഒന്ന് വിശ്വാസമാണ്, രണ്ടാമത്തേത് സുഹൃതമാണ്, മൂന്നാമത്തേത് പരസ്പരമുള്ള വസിയ്യത്താണ് എന്ന് അല്ലാഹു പറയും. പരസ്പരമുള്ള വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ തിന്മകളും അധർമ്മങ്ങളും കാണുമ്പോൾ അതിനെ വിമർശിക്കലും തടയലും ഈ വസിയ്യത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർ ചരിത്രം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിമർശകന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. സമൂഹത്തിൽ കാണുന്ന ജീർണതകളുടെ നേരെ കണ്ണടച്ച ഒരൊറ്റ പ്രവാചകനെയും ചരിത്രത്തിൽ നമ്മൾ കാണുകയില്ല. സാമ്പത്തികമായ അഴിമതികളും ക്രമക്കേടുകളും പരിധി വിട്ട് സമൂഹത്തിൽ നടമാടിയപ്പോൾ മഹാനായ ശുഐബ് അലൈഹിസ്സലാം അതിനോട് പ്രതികരിച്ചു. അപ്പോൾ പ്രതിയോഗികൾ പോലും പലപ്പോഴും ചോദിച്ചുപോയി, അല്ല ശുഐബേ, നീ നടത്തിക്കൊണ്ടിരിക്കുന്ന അസാധാരണമായ നിലയിലുള്ള ഈ ഒരു അനുഷ്ഠാനമുണ്ടല്ലോ, നമസ്കാരം, ഇതാണോ യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള പ്രബലന്മാരും പ്രമാണിമാരുമായ ശക്തികളോട് നേരിട്ട് നിൽക്കാൻ നിനക്ക് ത്രാണിയേകുന്നത്, ആത്മീയ ഊർജം പകരുന്നത്, ധർമ്മരോഷമുണ്ടാക്കുന്നത് നിന്റെ നമസ്കാരമാണോ? ഖാലു യാ ശുഐബ് അസ്സലാത്തുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. തോന്യാസങ്ങൾ ഞങ്ങൾ കാണിക്കും, ആ തോന്യാസങ്ങൾ ചോദ്യം ചെയ്യാൻ ദുർബലനായ നിനക്ക് കരുത്ത് നൽകുന്നത് അസ്സലാത്തുക നിന്റെ നമസ്കാരമാണോ? പറഞ്ഞു വന്നത് പ്രവാചകന്മാർ ഏറ്റവും വലിയ സാമൂഹ്യ വിമർശകരായിരുന്നു. ലൈംഗികമായ അരാജകത്വത്തിന്റെ കുത്തൊഴുക്കിൽ വീണുപോയ ഒരു സമുദായത്തിന്റെ നേർക്ക് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം ഏറ്റവും ശക്തിമത്തായ വിമർശനമാണ് നടത്തിയത് എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. വിശദീകരിക്കേണ്ടതില്ല. വ്യക്തിപരമായ വിമർശനങ്ങളുടെ നേർക്ക് ഏറ്റവും വലിയ സഹിഷ്ണുതയും പ്രവാചകന്മാർ പ്രകടിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഉദാഹരണം
എത്രയോ പ്രകോപനപരമായ ചോദ്യങ്ങൾ പ്രവാചകൻ നേരിട്ടു. അപ്പോഴൊക്കെ റസൂലുള്ളാഹി അന്ന് എന്നെ വിമർശിച്ചവനല്ലേ, ഇവൻ ജയിലിൽ പോകട്ടെ എന്ന് തീരുമാനിച്ചില്ല. വിമർശിച്ച ഖത്തീബല്ലേ, എന്നാ പിന്നെ അടുത്ത ആഴ്ച മുതൽ അയാളെ മിമ്പറിൽ വേണ്ട എന്ന് നമ്മുടെ പള്ളി കമ്മിറ്റികൾ തീരുമാനിക്കുന്നത് പോലെ ഒരൊറ്റ പ്രവാചകനും പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വിവരദോഷിയായ ഒരു മനുഷ്യൻ ഒരു ദിവസം പ്രകോപനപരമായിട്ട് പറഞ്ഞു, എന്തായാലും മുഹമ്മദ് ഇന്ന് വീതിച്ചതിൽ ഒരു നീതിയും പാലിച്ചിട്ടില്ല, വിവേചനമാണ് കാണിച്ചത്. നീതിയുടെ കാരുണ്യത്തിന്റെ ദൂതനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുഖം ചുവന്നു എന്ന് ചരിത്രം പറയും. പ്രവാചകന് വല്ലാത്ത വിഷമവും വേദനയും തോന്നി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇതിനേക്കാളൊക്കെ വലുത് മൂസ അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ഇതിനേക്കാളൊക്കെ വലിയ പീഡനങ്ങൾ സ്വന്തം അനുയായികളിൽ നിന്ന് മൂസ അലൈഹിസ്സലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പടച്ചവൻ മൂസാ നബിക്ക് കരുണ ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മൂസാ നബിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും, ലിമ തൂദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, അല്ല നിങ്ങളിലേക്ക് വന്ന ദൈവദൂതനല്ലേ ഞാൻ, എന്തിനാ എന്നെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്, ലിമ തൂദൂനനി എന്ന് മൂസ നബി ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. പ്രവാചകന്മാർ ഏറ്റവും വലിയ സഹിഷ്ണുതയാണ് വിമർശനങ്ങളോട് കാണിച്ചത്. സക്കാത്തിൽ നിന്ന് കിട്ടാത്ത ഒരു മനുഷ്യൻ ഒരു ദിവസം പറഞ്ഞു, നേർക്ക് നേരെ റസൂലിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല മുഹമ്മദ്, ഇത് നിന്റെതോ നിന്റെ ബാപ്പാന്റെതോ? ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നേരിട്ട് ചോദിക്കുകയാണ്. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിന് രോഷം വന്നു. റസൂൽ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അവകാശികൾക്ക് ചിലത് പറയാനും അവകാശമുണ്ട്, പറഞ്ഞോട്ടെ എന്ന്. ചോദ്യം ചോദിക്കുന്ന ഒരു മുതഅല്ലിമിനോട് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ മുദരിസിന് കഴിയുമോ? തങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു മതപണ്ഡിതനോട് ഈ സഹിഷ്ണുത കാണിക്കുവാൻ നമ്മുടെ സമൂഹത്തിലെ ഉമറാക്കൾക്കും നമ്മുടെ പള്ളി കമ്മിറ്റികൾക്കും സാധിക്കുമോ? പലപ്പോഴും അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ ഒരു സംസ്കാരം. എന്റെ സംഘടനയെ ഒരാൾ വിമർശിച്ചു, എന്റെ പെരുമാറ്റങ്ങളെ ഒരാൾ വിമർശിച്ചു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ പൊട്ടിത്തെറിച്ചു പോകുന്നു, പലപ്പോഴും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തകല്ലം ബികലാമിൻ തുഅ്ദിറു മിൻഹു ഗദൻ, നാളെ സോറി പറയേണ്ട ഒരു വാക്കും നിന്റെ വായിൽ നിന്ന് വരാതിരിക്കട്ടെ എന്ന് പ്രവാചകന്റെ വസിയ്യത്തുണ്ട്. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ആലോചിക്കണം എന്നുപോലും ചിന്തിക്കാതെ വിമർശനം കേൾക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിച്ചു പോവുകയാണ്, തകർന്നു പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളിമൺപാത്രം താഴെ വീണുടയുന്നത് പോലെ വലിയ വലിയ മഹാന്മാർ പെട്ടെന്ന് വീണുടയുന്നത് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാമല്ലോ, പ്രവാചകന്റെ ഒന്നാമത്തെ അധികാരി. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ഒരു നയപ്രഖ്യാപനം നടത്തി. മിമ്പറിൽ നിന്നുകൊണ്ട്, റസൂലിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം പറയും, വലസ്തു ബിഖൈരിക്കും, നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല ഞാൻ, നിങ്ങളെപ്പോലെ വികാര വിചാരങ്ങളുള്ള ബലദൗർബല്യങ്ങളുള്ള വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഉല്ലീത്തു, ഞാനിപ്പോൾ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ മേലൊരു അധികാരം നിങ്ങൾ എല്ലാവരും കൂടി ചുമത്തിയിരിക്കുകയാണ്. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്, ഞാൻ നേരെ പോയാൽ നിങ്ങൾ എന്നെ അനുസരിക്കണം, പക്ഷേ ഞാനെങ്ങാനും വളഞ്ഞു പോയാലോ നിങ്ങൾ എന്നെ നേരെയാക്കണം. ഇൻസിഗതു ഫഖവ്വിമൂനി എന്ന് പറയുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദൈവിക ദർശനത്തിനപ്പുറം വേറെ ദർശനങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ. നേരത്തെ പറഞ്ഞതുപോലെ ഏകാധിപത്യങ്ങളും സ്വേച്ഛാധിപത്യങ്ങളും സമഗ്രാധിപത്യങ്ങളും ഉണ്ടായി. പക്ഷേ അവർക്കിങ്ങനെ പറയാൻ കഴിഞ്ഞില്ല. പ്രജകളോട് ഭരണാധികാരി പറയുന്നു, അവരുടെ കയ്യിൽ വടികൊടുത്തിട്ട് എന്നെ തല്ലിക്കോളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വിമർശിക്കാമെന്നല്ല, നിങ്ങൾ വിമർശിക്കണം എന്ന് പറയുകയാണ്. ഞാൻ വളഞ്ഞാൽ എന്നെ നിങ്ങൾ നേരെയാക്കണം, ഞാൻ നേരെയാണെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കണം. പ്രജകളുടെ കയ്യിൽ വടികൊടുക്കുന്ന ഭരണാധികാരി, ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ മാതൃക ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാം ഉത്തരാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാമല്ലോ, അദ്ദേഹം മിമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പേർഷ്യയും റോമും അടക്കമുള്ള അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഉമറിന്റെ കരുത്തിനെ കുറിച്ചറിഞ്ഞ് ഉമർ എന്ന പേര് കേൾക്കുമ്പോൾ വിറകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരി സംസാരിക്കുമ്പോൾ ഒരു പെൺപ്രജ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിക്കുന്നു. സ്ത്രീയാണ് ചോദിക്കുന്നത്. പെണ്ണെ, നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞില്ല, ഇത് പള്ളിയാണെന്ന് പറഞ്ഞില്ല, നിനക്ക് മിണ്ടാനോ കേറാനോ അവകാശമില്ലാത്ത ഇടമാണെന്ന് പറഞ്ഞില്ല. ഉമർ വളരെ സംയമനത്തോടുകൂടി വിമർശനം കേട്ടു. എന്നിട്ട് ആ വിമർശനം അംഗീകരിച്ചു. അല്ലാഹുവിനെ സ്തുതി പറഞ്ഞു.
ഉമറിനെ തെറ്റി പെണ്ണ് പറഞ്ഞതാണ് ശരി, കാരണം ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അവൾ സമർത്ഥിച്ചത്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ പൗത്രന്റെ മകനായിരുന്ന സൈനുൽ ആബിദീൻ സ്വഭാവ മഹിമയുടെ ഏറ്റവും മികച്ച മാതൃകയായിരുന്നു. ഒരു ദിവസം വഴിയിലൂടെ പോകുമ്പോൾ സാത്വികനായ സൈനുൽ ആബിദീനെ തടഞ്ഞു നിർത്തി അവിവേകിയായ ഒരു മനുഷ്യൻ വല്ലാതെ ചീത്ത പറഞ്ഞു. അനർഹമായ ശകാരമായിരുന്നു. പക്ഷേ അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചു കൂടെ കൊണ്ടുപോയി. എന്നിട്ട് വിമർശിച്ചതിന്റെ പേരിൽ സ്വന്തം കമ്പളം അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. വിമർശകന് സമ്മാനം നൽകുന്ന സഹിഷ്ണുതയുടെ അതിരുകളില്ലാത്ത സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ എങ്ങനെയാണ് വിമർശിക്കേണ്ടത്? വിമർശനം എന്തിൽ നിന്നാണ് വരേണ്ടത്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് വളരെ കൃത്യമായ വെളിച്ചം നൽകുന്നുണ്ട്. വിമർശിക്കാം, വ്യക്തികളെ വിമർശിക്കാം, സമൂഹത്തെ വിമർശിക്കാം, പ്രസ്ഥാനങ്ങളെ വിമർശിക്കാം. പക്ഷേ വിമർശിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, വിമർശനം എന്തിൽ നിന്നാണ് വരുന്നത്? എന്നിലെ വൈരാഗ്യത്തിൽ നിന്നാണോ? എന്നിലെ വിരോധത്തിൽ നിന്നാണോ? അവനെക്കുറിച്ചുള്ള മുൻവിധിയിൽ നിന്നാണോ? എന്റെ ഊഹാപോഹങ്ങളിൽ നിന്നാണോ? എങ്ങനെയാണ് അവരോടുള്ള എന്റെ വിമർശനം വരുന്നത് എന്ന് പരിശോധിക്കണം. അത്തരം വിമർശനം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാം അനുവദിച്ച വിമർശനം സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന വിമർശനമാണ്. സ്നേഹത്തിൽ നിന്നും ഗുണകാംക്ഷയിൽ നിന്നും ഉണ്ടാകുന്ന വിമർശനമാണ്. അത് വ്യക്തികളെ വിമർശിക്കുമ്പോഴും സംഘടനകളെ വിമർശിക്കുമ്പോഴും ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട ഒരു ശരിയിലൂടെ ചിന്തിക്കുമ്പോൾ, എന്റെ സഹോദരൻ ശരിയിലല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, അയാളെ ശരിയിലേക്ക് കൊണ്ടുവരണമല്ലോ എന്നാലോചിക്കുമ്പോൾ, ഞാൻ പോകുന്ന സ്വർഗത്തിൽ അയാളും വേണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, ആ വേദനയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ജനിക്കണം വിമർശനം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നീലക്കും നാസിഹുൻ അമീൻ എന്നായിരുന്നല്ലോ എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞത്. ഏത് നാട്ടിലേക്കൊരു പ്രബോധകനായി പ്രവാചകൻ ചെല്ലുമ്പോഴും അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു, നീ നിന്റെ നിലപാട് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം. പ്രബോധനത്തിന് മുമ്പ് പറയണം അവരോട്, ഇന്നീലക്കും നാസിഹുൻ അമീൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഗുണകാംക്ഷിയാകുന്നു. നിങ്ങളുടെ ഗുണം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സ്വർഗം, നിങ്ങളുടെ വിജയം, ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് സ്വന്തത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ എത്ര കാലാതിവർത്തിയായ ഒരു മേൽവിലാസമാണ് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, ഇന്നീലക്കും നാസിഹുൻ അമീൻ. നമുക്കറിയാം അതിന്റെ ഏറ്റവും വലിയ ആ നുസുഹിന്റെ ഉദാഹരണം നമുക്ക് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ വളരെ കൃത്യമായി നിർവചിച്ചു. വിമർശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് 49-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പുകൾ മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, കൂടപ്പിറപ്പുകൾ മാത്രമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറയും. റസൂലുള്ളാഹി വിശദീകരിച്ചു, കജസദിൻ വാഹിദിൻ, ഒരൊറ്റ ശരീരം പോലെ. അപ്പൊ ശരീരത്തിൽ ഒരു അവയവത്തിന് വേദനയായ രോഗം ബാധിച്ചാൽ മറ്റുള്ള അവയവങ്ങൾക്കും വേദനിക്കുന്നത് പോലെ ഇതുപോലെയാണ് നിങ്ങൾ, ഒറ്റ ശരീരം പോലെ ഈ സമുദായം. മറ്റൊരിക്കൽ പറഞ്ഞു, കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു ബിൽഡിംഗ് പോലെ, കെട്ടിടം പോലെ, അതിലെ ഓരോ ഇഷ്ടികകളാണ് നിങ്ങൾ. ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയെ ബലപ്പെടുത്തുകയാണ് ചെയ്യുക. ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയുടെ മേൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ താഴെയോ മുകളിലോ ഇരിക്കുമ്പോൾ ഇഷ്ടിക ബിൽഡിങ്ങിനെ സുന്ദരമാക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഒരു ബിൽഡിംഗ് പോലെ ഈ സമുദായം എന്നല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരിക്കൽ പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി മിർആത്ത്, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി കണ്ണാടി. അല്ലാഹുവിന്റെ റസൂൽ മനോഹരമായിട്ട് വിശദീകരിച്ചു തരുന്നു, കണ്ണാടിയാണ് എന്ന്. കണ്ണാടി നോക്കുമ്പോഴാണല്ലോ നമ്മുടെ വൈരൂപ്യവും നമ്മുടെ സൗന്ദര്യവും നമുക്ക് മനസ്സിലാവുക. കണ്ണാടി കാൺമോളവും തന്മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ എന്ന് പണ്ട് കവി പാടിയല്ലോ. കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് വൈരൂപ്യം മനസ്സിലാവുക, കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് സൗന്ദര്യവും മനസ്സിലാവുക. പ്രവാചകൻ പറയുന്നു, നിന്റെ സഹോദരന്റെ കണ്ണാടിയാണ് നീ. വിശ്വാസികൾ പരസ്പരം കണ്ണാടികളാകുന്നു. അതുകൊണ്ട് പരസ്പരം തിരുത്താൻ കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ റആ ഫീഹി ഐബൻ നസ്ലിഹു, അവിടെ എന്തോ ഒരു മാലിന്യം കണ്ടു, ഒരഴുക്ക് കണ്ടു, അപ്പോൾ നീ അത് തുടച്ചു കളയണം. മനോഹരമായിട്ട് നമ്മുടെ ബന്ധത്തെ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. വാഹനം ഓടിച്ചു പോകുമ്പോൾ നല്ല മഴ വരുന്നു, മഴത്തുള്ളികൾ
വാഹനത്തിന്റെ ഫ്രണ്ടിലെ ചില്ല് പ്രതലത്തിൽ പതിച്ച് ഡ്രൈവിംഗ് ദുഷ്കരമാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു ഉപകരണം കണ്ടുപിടിച്ചു, ഒരു വൈപ്പർ. ആ വൈപ്പർ അങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും. ജലബിന്ദുക്കൾ വീണിട്ട് നമ്മുടെ മുമ്പിലുള്ള വഴി അവ്യക്തമാകുമ്പോൾ, നമ്മുടെ കാഴ്ച മൂടിപ്പോകുമ്പോൾ തുടച്ചു മാറ്റിക്കൊടുത്ത് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു വൈപ്പർ. റസൂലുള്ള പറയുകയാണ്, ഇദാ റആ ഫീഹി ഐബൻ അസ്ലിഹു. എന്തോ അവിടെ ഒരു മാലിന്യം കണ്ടു, ഒരഴുക്ക് കണ്ടു, നീ ഉടനെ അത് തുടച്ചു കളയണം, കാരണം നീ അവന്റെ കണ്ണാടിയാകുന്നു എന്ന് പറയുകയാണ്. ജീവജാലങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കിത് കാണാം, സ്നേഹത്തിന്റെ പ്രകടനം. ഒരു പൂച്ചയോ നായയോ അതിന്റെ കുഞ്ഞിനെ പലപ്പോഴും നക്കിത്തുടച്ച് വൃത്തിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ പരസ്പരം അങ്ങനെ തിരുത്തണം. ആ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു മദീന സമൂഹം എന്ന് നമുക്കറിയാം. പ്രവാചകനും അനുയായികളും മുഹാജിറുകളായി ഉടനടിക്ക് മറുപടിയില്ലാതെ അവിടെ എത്തുന്നു. അവിടെ ഒരു വിഭാഗം അവരെ സ്വീകരിക്കുന്നു. ആ വിഭാഗം ഇന്നും മദീനത്ത് പോയ ആളുകൾക്കറിയാലോ, ഇന്നും ഏറ്റവും വലിയ ആതിഥ്യത്തിന്റെ, ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ സഹിഷ്ണുതയുടെ സംസ്കാരത്തിന്റെ ഉദാഹരണമാണ് മദീനത്തെ ആളുകൾ. ഇപ്പോഴും അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ ആ സമൂഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലദീന തബവ്വഉ അദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. തങ്ങളിലേക്ക് വന്നവരെ അവർ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. നമ്മുടെ നാട്ടിലേക്ക് വേറൊരു നാട്ടിൽ നിന്ന് വന്ന സ്നേഹമല്ല സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്റെ നാട്ടിലൊക്കെ വരുത്തനെന്നാ പറയുക തന്നെ. പുറത്തുനിന്ന് ഒരാൾ നാട്ടിലേക്ക് വന്ന് താമസിച്ചാൽ അവർ നാട്ടുകാരല്ല, അവർ വരുത്തന്മാരാണ്. വരുത്തന്മാർക്ക് ഒരു സെക്കൻഡ് ഹാൻഡാണ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടാം തരം പൗരന്മാരായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു സംസ്കാരം പോലും നമുക്കിടയിലുണ്ട്. അല്ല പറയുന്നു അൻസാറുകളെ കുറിച്ച്, യുഹിബ്ബൂന മൻ ഹാജ. വന്നവരെ സംബന്ധിച്ച് വല്ലാത്ത സ്നേഹമുള്ളവരാണ് ഈ ജനത. ഇപ്പോഴും അവിടെ ചെല്ലുന്നവരോട് വല്ലാത്ത സ്നേഹമാണ് അവർക്ക്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിലും സൗകര്യങ്ങളിലും യാതൊരു കണ്ണുമില്ല ഇവർക്ക് എന്നല്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ തങ്ങളുടെ ഈ ആദർശ സഹോദരങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സമീപനം പോലും അവരിലുണ്ട് എന്നർത്ഥം. അൻസാരിയായ ഒരു സഹോദരന് വെള്ളമെടുക്കാൻ നിൽക്കുന്നു. മുഹാജിറായ ഒരു ആദർശ സഹോദരൻ അവിടെ എത്തി. അദ്ദേഹം പറയും, ആദ്യം നിങ്ങൾ വെള്ളമെടുക്കൂ എന്ന്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ല പറയുകയാണ്, ഇങ്ങനെ മനസ്സ് വിശാലമായവരെ ജീവിതത്തിൽ വിജയിക്കൂ എന്ന് ആ ആയത്തിന്റെ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഈ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്. അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ബയഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ വൻ നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ. ഞങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കാറുണ്ടായിരുന്നു. ഞാൻ റസൂലിന്റെ മുമ്പിൽ ബൈഅത്ത് ചെയ്തു, അനുസരണ പ്രതിജ്ഞ ചെയ്തു, 3 കാര്യങ്ങൾ പാലിക്കുമെന്ന്. ഇഖാമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തും. ഈതാഇസ് സകാ, സകാത്ത് നൽകും. വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, എല്ലാ ജനങ്ങളോടും ഞാൻ ഗുണകാംക്ഷ പുലർത്തും. സമൂഹത്തിലെ ജനങ്ങളോട്, മുസ്ലിം സഹോദരങ്ങളോട് വിശേഷിച്ചും ഞാൻ നുസ്ഹ് പുലർത്തും എന്നും ഞാൻ അനുസരണ പ്രതിജ്ഞ ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരം, സകാത്ത്, ഗുണകാംക്ഷ. പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് മാത്രം മതിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ജനതയുടെ സംസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വിമർശനം വരേണ്ടത്, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, വിമർശനം വരേണ്ടത്, ഒരാൾക്കെതിരെ വിമർശിക്കാൻ നാവ് ചലിപ്പിക്കുമ്പോൾ, എന്തോ ഒന്ന് പ്രതികരിക്കാൻ ഒരുങ്ങുമ്പോൾ ഉള്ളിലെ സ്നേഹത്തിൽ നിന്നാണോ എന്റെ വിമർശനം വരുന്നത്, അതോ അയാളെക്കുറിച്ചുള്ള മുൻവിധിയിൽ നിന്നോ, അയാളെക്കുറിച്ചുള്ള എന്റെ ഊഹാപോഹങ്ങളിൽ നിന്നോ, അയാളെക്കുറിച്ചുള്ള ഏതോ നിലക്കുള്ള വൈരാഗ്യത്തിൽ നിന്നാണോ, എന്തിൽ നിന്നാണ് എന്റെ വിമർശനം ജനിക്കുന്നത് എന്ന് പരിശോധിക്കാൻ കഴിയണം. സ്നേഹത്തിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരുപിടി മാതൃകകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. വിമർശിക്കുമ്പോൾ എങ്ങനെ വിമർശിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. വ്യക്തികളെ വിമർശിക്കുമ്പോൾ, പ്രസ്ഥാനങ്ങളെ വിമർശിക്കുമ്പോൾ അത് വിവേകപൂർണമായിരിക്കണം, യുക്തിരീക്ഷയോടുകൂടിയായിരിക്കണം, ഏറ്റവും നല്ല സംവാദമായിരിക്കണം എന്ന് ഖുർആൻ പറയുന്നു. ഈ സംവാദത്തിന്റെ സംസ്കാരം പോയി വിവാദത്തിന്റെ സംസ്കാരമായി, തർക്കത്തിന്റെ സംസ്കാരമായി, കുതർക്കത്തിന്റെ സംസ്കാരമായി.
അതാണ് പലപ്പോഴും നമ്മൾ മതവേദികളിൽ നിന്ന് പോലും മതപണ്ഡിതന്മാരിൽ നിന്ന് പോലും കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജീവിച്ച ഒരു വലിയ മഹാസന്യാസിയായ ഒരു മനുഷ്യൻ, ഹൈന്ദവ സമൂഹത്തിലെ നവോത്ഥാന നായകനായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആലുവയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു, ഒരു വലിയ സർവമത സമ്മേളനം. ആ സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായി ആ സന്യാസി എഴുതി വെച്ച ഒരു വാചകമുണ്ട്: നമ്മളിവിടെ സംവദിക്കുന്നത്, ഇത് സംവാദമാണ്, നമ്മൾ തോൽപ്പിക്കാനും ജയിക്കാനുമായി സംവദിക്കുകയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടി സംസാരിക്കുകയാണ്. അറിയാനും അറിയിക്കാനും വേണ്ടി സംസാരിക്കുകയാണ്. മറ്റവനെ ഇകഴ്ത്തണമെന്ന്, അവനെ തോൽപ്പിക്കണമെന്ന്, അവനെ തകർക്കണമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ആശയങ്ങളുടെ ആദാന പ്രദാനത്തിന്റെ ഏറ്റവും വിശുദ്ധമായ ഒരു സംസ്കാരം വിവേകത്തോടുകൂടിയാകണം നിങ്ങൾ തെറ്റിദ്ധരുത്തേണ്ടത്. വിവേകം എന്ന് പറയുന്നത് വ്യക്തികൾക്കും മതസംഘടനകൾക്കും പോലും ഇല്ലാതായി. അതാണ് മുസ്ലിം ഉമ്മത്ത് ഇടക്കാലത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു കൂട്ടര് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പഠനം നടത്തി, അപ്പൊ മറ്റേ കൂട്ടര് ചെയ്യുന്നത് ശരിയല്ല, അത് അന്ധവിശ്വാസമാണ്, എതിർക്കപ്പെടേണ്ടതാണ്, തെറ്റാണ്, ഒക്കെ ശരി. പക്ഷേ എതിർക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, വിവേകത്തോടുകൂടി വിമർശിക്കാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തെറ്റ് തിരുത്തപ്പെടുകയല്ല ചെയ്യുന്നത്, തെറ്റ് 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് അന്ധവിശ്വാസം ഒരു ചെറിയ വീടിന്റെ കോലായിലിരുന്ന് ഓതിയിരുന്ന ഒരു സമൂഹം പറയിൻ ഡ്രൈവ് പോലുള്ള ഒരു വലിയ മൈതാനിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ വിളിച്ച് ഏറ്റവും വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളോടും കൂടി എല്ലായിടത്തേക്കും സംപ്രേഷണം ചെയ്യുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങൾ വളർന്നു വന്നുവെങ്കിൽ നമ്മൾ അറിയണം, നമ്മുടെ സമീപനത്തിലും അതിന് സാരമായ ഒരു പങ്കുണ്ട്. വിമർശിക്കുമ്പോൾ ആ വിമർശനം കുറിക്കൊള്ളണമെന്നും അദ്ദേഹം അതിൽ നിന്ന് മാറണമെന്നും സ്നേഹത്തിൽ നിന്നാണ് എന്റെ വിമർശനം ജനിക്കുന്നതെന്ന് ഉറപ്പിക്കാനുള്ള ഒരു വിവേകം പലപ്പോഴും സംഘടനകൾക്ക് പോലും മതപണ്ഡിതന്മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അന്യമതസ്ഥരോട് പോലും സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണം സംസാരിക്കാൻ. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നമുക്ക് നിങ്ങൾക്കുമിടയിൽ യോജിപ്പുള്ള ചില വിഷയങ്ങളുണ്ടല്ലോ, ഒരു പൊതുമണ്ഡലമുണ്ടല്ലോ നമുക്ക്, അവിടെ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന രീതിയിലാണ് അവരോട് സംവദിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഈ അർത്ഥത്തിലുള്ള ഒരു സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന വിവേകത്തിന്റെ വിമർശനമായിരിക്കണം വിമർശകന്മാർ നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്തും. ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിലും അയാൾക്ക് അല്ലാഹുവിങ്കൽ വലിയ പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് യാസീനിലെ പ്രബോധകന്റെ കഥ നമുക്കറിയാമല്ലോ. എത്ര വിവേകപൂർണമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ യുക്തിപൂർവ്വം ആ ജനതയുടെ മുമ്പിൽ അദ്ദേഹം തന്റെ പ്രബോധനം സമർപ്പിക്കുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ പോലും വളരെ വളരെ വിവേകപൂർണമാണ്. ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ, ഒരിടത്ത് പറയുന്നു ഇന്നി ആമൻതു ബി റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, അതുകൊണ്ട് ഒരല്പസമയം നിങ്ങൾ കേൾക്കൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്റെ നാഥൻ എന്ന് പറഞ്ഞില്ല, ഞങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ. ആമൻതു ബി റബ്ബിക്കും അല്ല, നിങ്ങളുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു. അത് ഏറ്റവും വലിയ വിവേകത്തിന്റെ സ്വരമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞങ്ങളും പറയുന്ന ദൈവം ഒന്ന് തന്നെ, നിങ്ങളെ സൃഷ്ടിച്ചവനും ഞങ്ങളെ സൃഷ്ടിച്ചവനും ഒന്ന് തന്നെ, നമ്മൾ രണ്ടല്ല, നമ്മൾ ഒന്നാണ്. അതുകൊണ്ട് ഇന്നി ആമൻതു ബി റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ ഞാനിതാ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് അല്പസമയം നിങ്ങൾ എന്റെ സന്ദേശം കേൾക്കൂ. ആ സമൂഹം ഏറ്റവും വലിയ ധിക്കാരികളായിരുന്നു, അഹങ്കാരികളായിരുന്നു, നിഷേധികളായിരുന്നു. കൊന്നുകളഞ്ഞു മനുഷ്യനെ. കുടൽമാലകൾ പുറത്തു ചാടമാർ പീഡിപ്പിച്ചു കൊന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നസഹ ഖൗമുഹു ഹയ്യൻ വ മയ്യിതൻ, ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴും തന്റെ ജനതയോട് ഗുണകാംക്ഷ പുലർത്തിയ ഒരാൾ എന്നാണ് പ്രവാചകൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചത്. മരണശേഷം അല്ലാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകിയ അദ്ദേഹത്തിന് ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, അങ്ങനെ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോഴും ആ മനുഷ്യൻ ചിന്തിക്കുന്നത് ആ സമൂഹത്തെക്കുറിച്ചാണ്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ സമൂഹം ഇതറിഞ്ഞിരുന്നു. അപ്പോഴും എന്റെ സമൂഹം എന്നാ പറയുന്നു. എന്റെ മോൻ, എന്റെ മോൾ, എന്റെ നാട് എന്നൊക്കെ പറയുന്നത് പോലെ യാ ലൈത ഖൗമി യഅലമൂൻ, എന്നെ കുടൽമാലകൾ പുറത്തു ചാടിച്ച് കൊന്നുകളഞ്ഞ ആ സമൂഹം എന്നല്ല, എന്റെ സമൂഹം ഇതറിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയ രക്ഷ ഈ സ്വർഗമറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ അവരുകൂടി ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അതിരുകളില്ലാത്ത നിരുപാധികമായ വിശാലമായ സ്നേഹം
ആ സ്നേഹത്തിൽ നിന്നാണ് വിമർശനം വരേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അവനവന്റെ രക്ഷ എന്നതുപോലെ അപരന്റെ രക്ഷയെയും പരിഗണിക്കുന്ന ഒരു നിസ്വാർത്ഥമായ വികാരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിമർശനം ജനിക്കേണ്ടത്. ഒരാളൊരു മണൽത്തിട്ടിൽ ഇരിക്കുന്നു, ആ മണൽത്തിട്ട ഇടിച്ചു കളയുന്ന ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വരുന്നു. എവിടെ നിന്നോ ഒരു മനുഷ്യനത് കണ്ടു. മനുഷ്യത്വമുള്ള അയാൾ ഓടിവന്ന് അറിയാതെ മണൽത്തിട്ടിലിരിക്കുന്ന ഈ മനുഷ്യനെ പിടിച്ചു മാറ്റുന്നത് പോലെ ഇസ്ലാമിക വിമർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നരകത്തിലേക്ക്, നാശത്തിലേക്ക്, ജീവിതത്തിന്റെ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരൻ, ആ സഹോദരനെ സ്നേഹത്തിൽ നിന്നതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ, തെറ്റിതിരുത്തിക്കുവാൻ സ്നേഹപൂർണമായി വരുന്ന കൈകളാണ് വിമർശനത്തിന്റെ കൈകൾ എന്ന് പറയുന്നത്. തീക്കനയിൽ കാണുമ്പോൾ ആ തീക്കനലൊരു കളിക്കോപ്പാണെന്ന് തെറ്റിദ്ധരിക്കാം ഒരു കുട്ടി. തീർച്ചയായും അത് തിളങ്ങുന്ന ഒരു ചുവന്ന ഒരു കളിക്കോപ്പാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഉമ്മ കാണുമ്പോൾ ഓടിവന്ന് ഒരുപക്ഷെ ഒന്നൊരൽപ്പം ശക്തിയായി പിടിച്ചു വലിച്ചിട്ടാണെങ്കിലും അതിൽ നിന്നവനെ മാറ്റുന്നത് പോലെ ഒരുപക്ഷെ ശക്തമോ അല്ലെങ്കിൽ ഒരൽപ്പം ശക്തി കുറഞ്ഞോ ഉള്ള ഒരു സ്നേഹത്തിന്റെ സ്പർശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിമർശനം എന്ന് പറഞ്ഞാൽ. ആ അർത്ഥത്തിൽ തിരുത്താനും മറ്റുള്ളവരെ തിരുത്താനും സ്വയം തിരുത്തപ്പെടാനും നമ്മുടെ ഹൃദയങ്ങളുടെ കവാടങ്ങളെ തുറന്നു വെക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. വിമർശനങ്ങളോട് അസഹിഷ്ണുത വേണ്ടതില്ല. ഈ അർത്ഥത്തിൽ തുറന്നു വെക്കപ്പെട്ട ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.